സിനിമയുടെ മായിക പരിവേഷവുമായി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നവർ ജനങ്ങൾക്ക് മുമ്പിൽ വിഗ്രഹങ്ങളുടെ പ്രഭാവത്തോടെയാണ് വിരാജിക്കുന്നത്. ഇവരെ അടുത്തു കിട്ടുമ്പോൾ ജനത്തിന്റെ ആവേശത്തിന് അതിരുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ആൾക്കൂട്ട നിയന്ത്രണമില്ലെങ്കിൽ കാര്യങ്ങൾ എപ്പോൾ കൈവിട്ടു പോകുമെന്ന് ചോദിച്ചാൽ മതി. ചെന്നൈയിലും മധുരയിലുമൊക്കെ റാലി നടന്നപ്പോൾ അപായമണി മുഴങ്ങി. പക്ഷെ വിജയുടെ പാടായി എന്ന സമീപനമായിരുന്നു ഭരണകൂടത്തിൽ. ജനം എത്ര കൂടുന്നോ അത്രയും വിജയം അവകാശപ്പെടാമെന്ന ചിന്തയിൽ വിജയന്റെ കൂടെയുള്ളവരും ഈ കെണിയിലേക്ക് സ്വയം വീണു. കരൂരിൽ മരിച്ചവരെല്ലാം തീർത്തും സാധാരണക്കാരാണ്. നേതാവിനോടുള്ള ആരാധനയിൽ സ്വയം സമർപ്പിക്കുന്ന ഇവരുടെ ജീവന് ഉത്തരം പറയേണ്ട ബാധ്യതയിൽ നിന്ന് വിജയ്ക്കും തമിഴ് ഭരണകൂടത്തിനും ഒഴിഞ്ഞുമാറാനാണ്. ചുരുക്കി പറഞ്ഞാൽ കൊടിയും അതിന്റെ നിറവും ഇരിക്കുന്ന സ്ഥാനവും ഏതായാലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റുന്ന സംഭവങ്ങൾ കൂടി വരുന്നുവെന്ന് കാണാം. ക്രൗഡ് മാനേജ്മെന്റ് ഉത്തരവാദിത്തം അധികൃതരുടെ തലയിൽ കെട്ടിവെച്ചേക്കാം. ആഴ്ചകൾ നീണ്ട വിവാദങ്ങൾക്ക് ശേഷം ഈ സംഭവം പാടെ മറന്നേക്കാം. എന്നാലും സ്റ്റാലിൻ ഭരിക്കുന്ന സർക്കാരും വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ താരങ്ങളും അതുക്കും മേലെ കിരീടവും ചെങ്കോലവും ഉണ്ടെന്ന് കരുതുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ജനങ്ങളാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഏറ്റവും കയ്യൂക്കുള്ളവർ. അവരുടെ കൈവിരൽ അമർന്നാണ് അധികാര കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഇരിപ്പിടമൊരുങ്ങുന്നത്. ആ ആളുകളുടെ സുരക്ഷയാവണം നിങ്ങൾക്ക് പ്രധാനം. അത് മറക്കുമ്പോഴാണ് കരൂരുകൾ ആവർത്തിക്കപ്പെടുന്നത്.